51 വർഷത്തിൽ 51 പ്രിയ ഗുരുക്കന്മാരെ നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്ക് അതിഗംഭീരമായി പൂജ ചെയ്തു സ്വീകരിച്ചതിൻ്റെ പരിസമാപ്തിയായി നമ്മളെ താലൂക്ക് രക്ഷാധികാരിയും ഗ്രാമജില്ലാ കാര്യദർശിയായ യുചേട്ടനോടൊപ്പം നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിക്കും. വരും ദിവസങ്ങളിൽ കുട്ടികൾ നല്ലോണം പ്രവർത്തിച്ചിട്ടാണ് ഇത് നടത്താൻ സാധിച്ചത് തന്നെ. വരും ദിവസങ്ങളിൽ അവരുടെ പ്രവർത്തനം ഭംഗിയായിട്ട് ബാലഗോകുലത്തിൽ നടക്കുന്നുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാലഗോകുലം നെയ്യാറ്റിൻകര താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ ഗുരുപൂജ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനമായിട്ട് കണക്കാക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നെയ്യാറ്റിൻകര താലൂക്കിന് ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ എല്ലാവർക്കും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബാലഗോകുലത്തിന്റെ 59 വർഷത്തോടനുബന്ധിച്ച് ഇന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ബാലഗോകുലത്തിന്റെ കീഴിൽ 51 ഗുരുക്കന്മാരെ ആചരിക്കുകയുണ്ടായി. അതിൽ ഞങ്ങളുടെ നെയ്യാറ്റിൻകര താലൂക്കിന്റെ എല്ലാ സമ്പൂർണ്ണ സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ബാലഗോകുലത്തിന് സംസ്ഥാന തലത്തിൽ പ്രതിഭാ ശ്രേണിയിൽ ഉന്നത ഇതിന് കിട്ടിയതിന് കുട്ടികളുടെ എല്ലാം ഒത്തുകൂടൽ കൊണ്ടാണ് ഇത് കിട്ടിയത്. അതിന് സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രവർത്തനം ഇതിനേക്കാൾ ഏറെയായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഉണ്ണിക്കണ്ണന്റെ ആശംസയും കൂടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തുന്നു. എല്ലാവരുടെയും സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവരോടും നന്ദി. എങ്ങനെയുണ്ടായിരുന്നു ഈ ഗുരുവന്ദനം? എങ്ങനെയുണ്ടായിരുന്നു ഗുരുവന്ദനം പരിപാടി? നെയ്യാറ്റിൻകര താലൂക്ക് സംയുക്തമായിട്ടാണ് എല്ലാ മണ്ഡലങ്ങളും എല്ലാം സംയുക്തമായിട്ടാണ് പങ്കെടുത്തത്. അപ്പൊ എല്ലാ കുട്ടികളുടെയും സഹകരണം ഇതിനുണ്ടായിരുന്നു. ഇതേപോലെ ഊർജ്ജസ്വലരായി ഇനിയും മുന്നോട്ട് ഒരു നല്ലൊരു പരിപാടികൾക്ക് വരുമ്പോൾ ഇതേപോലെ കുട്ടികൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി നടക്കട്ടെ, അതിന് ഞങ്ങളെ കൊണ്ട് സാധിക്കും വിധം ഞങ്ങൾ നടത്തുമെന്നും തീർച്ചയായിട്ടും ഉറപ്പ് നൽകുന്നു. ഒരു കയ്യെഴുത്ത് മാസിക നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്തത്? 3 മാസമായിട്ട് ഇതിന്റെ പിറകിലാണ്. കുട്ടികളെല്ലാരും കൂടെ ഒത്തുചേർന്ന് എല്ലാം ഒരു പത്രാധിപ സമിതി പോലെ കൂടി കുട്ടികളെല്ലാം കൂടെ ഒത്തുചേർന്ന് നമ്മൾ ചെയ്തൊരു മാസികയാണ്. അതിന് നമുക്ക് സംസ്ഥാന തലത്തിൽ കിട്ടിയതിന് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പ്രതിഭാ ശ്രേണിയിൽ 1ാം സ്ഥാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ഇനിയും ഇതിന്റെ അടുത്ത തവണ ഇതേപോലെ നമുക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം, നമ്മുടെ ഈ ഒരു 51 വർഷങ്ങൾ ബാലഗോകുലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എന്തൊക്കെ പരിപാടികളാണ് ഭാവി പരിപാടികളായിട്ട് ബാലഗോകുലം ചിന്തിക്കുന്നത്? ഭാവിയിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആസന്നസ്ഥമായിരിക്കുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അത് വളരെ വിപുലമായ രീതിയിൽ നെയ്യാറ്റിൻകര താലൂക്കിന്റെ കീഴിൽ ഞങ്ങൾ നടത്തും എന്നാണ് ഭഗവാന്റെ മുന്നിൽ നൽകിയിരിക്കുന്ന ഉറപ്പ്. എല്ലാ വർഷങ്ങളിലും ഏറ്റവും ഭംഗിയായി തന്നെയാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഏറ്റവും മഹത്തായ രീതിയിൽ ഇത്തവണയും ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമെന്ന് ഞങ്ങൾ ഭഗവത് നാമത്തിൽ. നമസ്തേ. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെ ഏത് തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ നടത്തുവാൻ വേണ്ടിയിട്ട് ബാലഗോകുലം ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്, പ്രവർത്തിക്കുന്നത്? ശ്രീകൃഷ്ണജയന്തി മഹാശോഭയാത്രയൊക്കെ എല്ലാ വർഷവും നടത്തും പോലെ നടത്തും. ഗോപികാ നൃത്തങ്ങൾ ഞങ്ങൾ അതാത് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത് റോഡിൽ കളിച്ച് ഗതാഗത തടസ്സം സൃഷ്ടിക്കേണ്ട എന്നുള്ള ഒരു രീതിയിൽ എല്ലാ അമ്പലങ്ങളിലും ഗോകുല നൃത്തങ്ങൾ മത്സരമായിട്ട് നടത്തും. പിന്നെ ബാക്കിയുള്ള പരീക്ഷകളും എല്ലാ കാര്യങ്ങളും അതാത് രീതിയിൽ നടത്തും. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അതാത് സമിതികൾ നിശ്ചയിച്ച് കഴിഞ്ഞ വർഷത്തെക്കാട്ടി അതിഗംഭീരമായി 10,000-കണക്കിന് ശോഭയാത്രകളും ഈ വർഷവും പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ഈ ഒരു 51 വർഷങ്ങൾ ബാലഗോകുലം എല്ലാ ഗ്രാമാന്തരങ്ങളിലും ബാലഗോകുലം സജീവമാക്കാൻ വേണ്ടി തന്നെയാണോ തീരുമാനം? തീർച്ചയായും. നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കിൽ തന്നെ നിലവിലിപ്പം 10-18ഓളം സ്ഥലങ്ങളിൽ ബാലഗോകുലത്തിന്റെ ശക്തമായ കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിൽ ഒരു 25ഓളം ഗോകുലങ്ങൾ പുതിയതായിട്ട് തുടങ്ങും. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ബാക്കി കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് വരും. തീർച്ചയായിട്ടും.